പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം രണ്ടാമത്തെ പാഠം കമ്പോണൻസ് ഓഫ് ദി കമ്പ്യൂട്ടർ സിസ്റ്റം ആണ് പറഞ്ഞത്. ആ ചാപ്റ്ററിൽ കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച്, കമ്പോണൻറ്റുകളെക്കുറിച്ച് പറഞ്ഞു. പ്രധാനമായിട്ടും ഒരു കമ്പ്യൂട്ടറിന് രണ്ട് ഘടകങ്ങളാണുള്ളത്, കമ്പോണൻറ്റുകളാണുള്ളത്, ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർഡ്വെയറുകളെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർഡ്വെയറാണ് മൈക്രോ പ്രോസസ്സർ അല്ലെങ്കിൽ CPU. അതിൻ്റെ ഒരു ഘടന പറയുകയുണ്ടായി. അതുപോലെ തന്നെ CPU-വിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്, അതിൻ്റെ ഒരു ഘടന എന്തൊക്കെയാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്, അതിൻ്റെ ഒരു ഡിസൈൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു. അതുകൂടാതെ CPU-യും മറ്റ് ചില പ്രധാനപ്പെട്ട കോമ്പണൻറ്റുകളും കമ്പ്യൂട്ടറിൽ സ്ഥാപിച്ചിരിക്കുന്ന മദർ ബോർഡ്, മെയിൻ ബോർഡിനെ കുറിച്ചും ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു, അതിനെപ്പറ്റി പറഞ്ഞു. ഇനി പറയുന്നത്, അപ്പോൾ ഒരു മദർ ബോർഡിൽ മെയിനായിട്ട്, കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ പ്രധാനമായിട്ടും CPU മദർ ബോർഡിൽ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത്. CPU സ്ഥാപിക്കുന്നതിന് മദർ ബോർഡിൽ ഒരു പ്രത്യേക സ്ലോട്ട് ഉണ്ട്. ഇങ്ങനെ ധാരാളം എക്സ്റ്റേണൽ കാർഡുകൾ, മദർ ബോർഡിന് പുറമെ മറ്റ് മെമ്മറി കാർഡുകൾ, ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് തുടങ്ങിയ അഡീഷണൽ സർക്യൂട്ട് കാർഡുകൾ അല്ലെങ്കിൽ ബോർഡുകൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന്, മദർ ബോർഡുമായി ബന്ധിപ്പിക്കുന്നതിന് അതിൽ നൽകിയിട്ടുള്ള ഭാഗങ്ങളെയാണ്, മദർ ബോർഡിൽ കാണപ്പെടുന്ന ഭാഗങ്ങളെയാണ് സ്ലോട്ട്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കുറേ പോർട്ടുകൾ മദർ ബോർഡിൽ കാണപ്പെടുന്നുണ്ട്, ഹാർഡ്വെയർ പോർട്ടുകൾ. അപ്പോൾ ഓരോ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്, പെരിഫറൽ ഡിവൈസുകൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിനാണ് മദർ ബോർഡിൽ പോർട്ടുകൾ നൽകിയിരിക്കുന്നത്. ഇനി പ്രധാനപ്പെട്ട ചില പോർട്ടുകളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു. സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട് എന്നിങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പോർട്ടുകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അതുകൂടാതെ ഈ ഒരു ന്യൂ ജനറേഷൻ പോർട്ട് എന്ന് പറയാവുന്ന ഒരു പുതിയൊരു പോർട്ടാണ് USB പോർട്ട്. പോർട്ടുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം, പരീക്ഷയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ്. നമുക്ക് USB പോർട്ട് എന്താണെന്ന് നോക്കാം. ഇന്ന് ഒട്ടുമിക്കവാറും എല്ലാ ലാപ്ടോപ്പുകളിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും അതുപോലെ തന്നെ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പോർട്ടാണ് USB പോർട്ട്. USB-യുടെ മുഴുവൻ രൂപം യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്നാണ്. യൂണിവേഴ്സൽ, ഈ ഫുൾ ഫോം പഠിക്കണം, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ സീരിയൽ ബസ്, ഇതൊരു കണക്ഷനാണ്, ഒരു പോർട്ട് ടൈപ്പാണ്. USB ഉപയോഗിച്ച് വളരെ വേഗത്തിൽ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലെ USB പോർട്ടിലേക്ക് ധാരാളം USB പോർട്ടുകൾ മദർ ബോർഡിൽ, കമ്പ്യൂട്ടറിൻ്റെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ക്യാബിനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ലാപ്ടോപ്പിൻ്റെയും ഡെസ്ക്ടോപ്പിൻ്റെയൊക്കെ. അപ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് USB പോർട്ട്. മറ്റ് പോർട്ടുകളെ, അതായത് നേരത്തെ പറഞ്ഞ സീരിയൽ, പാരലൽ പോർട്ടുകളെക്കാൾ വേഗതയേറിയ ഒരു പോർട്ടാണ് USB പോർട്ട്. USB പോർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, USB പോർട്ട് വളരെ വേഗത്തിൽ USB പോർട്ടുമായി ഘടിപ്പിച്ചിരിക്കുന്ന, ഒരു കമ്പ്യൂട്ടറിൻ്റെ USB പോർട്ടിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന, കണക്ട് ചെയ്തിരിക്കുന്ന പെരിഫറൽ ഡിവൈസുകളും കമ്പ്യൂട്ടറും തമ്മിൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന, മദർ ബോർഡിലെ USB പോർട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന പെരിഫറൽ ഡിവൈസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും മദർ ബോർഡിനുമിടയിൽ വളരെ വേഗത്തിലുള്ള ഡാറ്റ കൈമാറ്റം ഈ പോർട്ടിലൂടെ സാധ്യമാണ്. സോ USB port allows very fast data transfer or data communication between connected devices. USB പോർട്ടിലൂടെ ബന്ധിപ്പിക്കപ്പെട്ട ഡിവൈസിനും എക്സ്റ്റേണൽ ഡിവൈസിനും ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിനും കമ്പ്യൂട്ടറിനും ഇടയിൽ വളരെ വേഗത്തിൽ, മറ്റ് പോർട്ടുകളെക്കാൾ ഉയർന്ന വേഗത്തിൽ ഡാറ്റ കൈമാറ്റം സാധ്യമാണ്. അതാണ് USB പോർട്ടിൻ്റെ വളരെ ഹൈ സ്പീഡ് ആയിട്ടുള്ള ഒരു പോർട്ട്. ഇതിന് കാരണം USB പോർട്ടിൻ്റെ ബാൻഡ് വിഡ്ത്ത് വളരെ കൂടുതലാണ്. ബാൻഡ് വിഡ്ത്ത് എന്താണെന്ന് നമ്മൾ പിന്നീട് പറയും, നെറ്റ്വർക്ക് എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നതാണ്. അപ്പോൾ USB പോർട്ട്, USB സ്റ്റാൻഡേർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, USB കണക്ഷൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് എ ഹൈ ബാൻഡ് വിഡ്ത്ത് കണക്ഷൻ. ഡ്യൂ ടു ഇറ്റ്സ് ഹൈ ബാൻഡ് വിഡ്ത്ത് ഡാറ്റ ട്രാൻസ്ഫർ റേറ്റ് ഈസ് ഫാസ്റ്റർ. USB-യുടെ ഉയർന്ന ബാൻഡ് വിഡ്ത്ത് കാരണം USB പോർട്ടിലൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിനും കമ്പ്യൂട്ടറിനും ഇടയിൽ, അല്ലെങ്കിൽ മദർ ബോർഡിനും ഇടയിൽ വളരെ വേഗത്തിലുള്ള ഡാറ്റ കൈമാറ്റം സാധ്യമാണ്. അതിന് ഡാറ്റ ട്രാൻസ്ഫർ ഈസ് ഫാസ്റ്റർ. USB ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറുമായിട്ട്
ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ വളരെ കുറഞ്ഞ ദൂരത്തിലുള്ള കമ്പ്യൂട്ടറിന് വളരെ അടുത്തുള്ള ഒരു ഹ്രസ്വ ദൂര ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഒരു കണക്ഷൻ പോർട്ടാണ് USB പോർട്ട്. ഇറ്റ് ഇസ് യൂസ്ഡ് ഫോർ ഷോർട്ട് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷൻ. കമ്പ്യൂട്ടറുമായി ഒരു നിശ്ചിത അകലത്തിൽ മാത്രമുള്ള ഡിവൈസുകൾ തമ്മിൽ ഒരു USB കേബിൾ ഉപയോഗിച്ച് ഒരു USB കേബിളിൻ്റെ പരമാവധി നീളം എത്രയാണോ അത്രയും ദൂരത്ത് വരുന്ന ഡിവൈസുകൾ തമ്മിൽ മാത്രമേ കമ്പ്യൂട്ടറുമായി USB പോർട്ടിലൂടെ ബന്ധിപ്പിക്കാൻ കഴിയുകയുള്ളൂ. Again, it is used for connecting devices like keyboard, mouse. USB പോർട്ട് പ്രധാനമായിട്ടും ഇന്ന് കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലും ധാരാളം ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ, പെരിഫറൽ ഡിവൈസുകൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്നു. USB പോർട്ട് മുഖേന കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഡിവൈസുകളാണ്, പെരിഫറൽ ഡിവൈസുകളാണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളാണ് കീബോർഡ്, മൗസ്, ഫ്ലാഷ് ഡ്രൈവ്, അതായത് USB ഡ്രൈവ് അല്ലെങ്കിൽ പെൻ ഡ്രൈവ്, അതുപോലെ തന്നെ പ്രിൻ്റർ, സ്കാനർ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് എന്നിവ. അപ്പോൾ ഒരു USB പോർട്ടിൻ്റെ ഒരു പ്രത്യേകത മറ്റ് സീരിയൽ പാരലൽ പോർട്ടുകൾക്ക് സീരിയൽ പോർട്ടിലൂടെ നമുക്ക് കീബോർഡും മൗസും മാത്രമേ കമ്പ്യൂട്ടറുമായിട്ട് അല്ലെങ്കിൽ മോഡം ഇത് മാത്രമേ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുള്ളൂ. എന്നാൽ പാരലൽ പോർട്ട് എന്ന് പറയുമ്പോൾ അത് ഒരു പ്രിൻ്റർ അല്ലെങ്കിൽ സ്കാനർ മാത്രം കണക്ട് ചെയ്യുന്നതിന് പറ്റുന്നൊരു കണക്ഷൻ സംവിധാനമാണ്. എന്നാൽ USB പോർട്ട് എല്ലാ തരത്തിലുള്ള ഡിവൈസുകളും വിവിധങ്ങളായിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ ഒരുപോലെ ഇവയെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു പോർട്ടാണ് USB പോർട്ട്. അപ്പോൾ USB പോർട്ട് ഉപയോഗിച്ച് നമുക്ക് കീബോർഡ്, മൗസ് തുടങ്ങിയ ഇൻപുട്ട് ഡിവൈസുകളും പെരിഫറൽ ഡിവൈസുകളും അതുപോലെ തന്നെ പെൻ ഡ്രൈവ് അല്ലെങ്കിൽ USB ഡ്രൈവ്, ഫ്ലാഷ് ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, പ്രിൻ്റർ, സ്കാനർ തുടങ്ങിയ ഔട്ട്പുട്ട് ഡിവൈസുകളും അതുപോലെ പെൻ ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് തുടങ്ങിയ മെമ്മറി സ്റ്റോറേജ് ഡിവൈസുകളും സ്റ്റോറേജ് ഉപകരണങ്ങളും കമ്പ്യൂട്ടറുമായിട്ട് ഒരുപോലെ ബന്ധിപ്പിക്കുന്നതിന് സാധിക്കും. ഇത് USB മറ്റൊരു പ്രത്യേകതയാണ്. ഇനി USB പോർട്ടിന് ഇതിൻ്റെ രണ്ട് ഗുണങ്ങളെന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇത് ചോദിക്കാറുണ്ട് USB അഡ്വാൻറ്റേജസ്. മറ്റ് പോർട്ടുകളെ അപേക്ഷിച്ച് USB രണ്ട് ഗുണങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഒന്ന്, USB വളരെ വേഗത്തിലുള്ള ഡാറ്റ കൈമാറ്റം സാധ്യമാണ്. മറ്റൊന്ന്, USB ഉപയോഗിച്ച് പല തരത്തിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളും മെമ്മറി ഡിവൈസുകളും കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാം. ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡിവൈസ്, ഇൻപുട്ട് ഡിവൈസിനെ ഔട്ട്പുട്ട് ഡിവൈസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന കണക്ഷനല്ല USB പോർട്ട് എന്ന് പറയുന്നത്. ഇനി USB മറ്റ് പോർട്ടുകളെ അപേക്ഷിച്ച്, മറ്റ് കണക്ഷനുകളെ അപേക്ഷിച്ച് USB പോർട്ടിനുള്ള ചില ഗുണങ്ങൾ, അതിൻ്റെ ചില അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, USB പോർട്ട്സ് ആർ കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് ഇലക്ട്രിക് പവർ ടു. USB പോർട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് ആ പോർട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസിന്, ഉപകരണത്തിന് പവർ സപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ. USB പോർട്ട്സ് ആർ കേപ്പബിൾ ഓഫ് സപ്ലൈയിങ് ഇലക്ട്രിക് പവർ ടു എക്സ്റ്റേണൽ ഡിവൈസസ്. ദിസ് ടെക്നോളജി ലെഡ് ടു ഡെവലപ്മെൻറ്റ് ഓഫ് ഡിവൈസസ് ലൈക്ക് എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, ഫ്ലാഷ് ഡ്രൈവ്, പെൻ ഡ്രൈവ്, USB ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് തുടങ്ങിയ ഡോങ്കിൾസ്, USB ഡോങ്കിൾസ് തുടങ്ങിയ ഡിവൈസുകളെ എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഈ USB പോർട്ട് അടിസ്ഥാനമാക്കിയാണ്, USB കണക്ഷൻ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് അപ്പോൾ USB പോർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു USB പോർട്ട് ഉപയോഗിച്ച് വളരെ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്ന ഉപകരണത്തിന് ആ പോർട്ടിലൂടെ ഡാറ്റ കൈമാറ്റം മാത്രമല്ല, മറ്റ് പോർട്ടുകളെ പോലെ ഡാറ്റ കൈമാറുന്നത് കൂടാതെ പവർ ഡ്രോ ചെയ്യുന്നതിനും സഹായിക്കുന്നു എന്നുള്ളതാണ്. ഒരു USB പോർട്ടിലേക്ക് നമ്മൾ മൊബൈലിൻ്റെയൊക്കെ ചാർജർ കേബിളുകൾ, മൊബൈലിൻ്റെ പവർ കേബിൾ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാൻ മൊബൈലിന് കമ്പ്യൂട്ടറിൽ നിന്ന് കറണ്ട് വലിച്ചെടുക്കുന്നതിന് സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. USB മറ്റ് പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് USB പോർട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഉപകരണങ്ങൾ ഏതായാലും അവയ്ക്ക് പവർ സപ്ലൈ ചെയ്യാനുള്ള കഴിവ് ഈ പോർട്ടിനുണ്ട്. ഇത് വലിയൊരു പ്രത്യേകത, ഒരു ഗുണമാണ് USB പോർട്ടിൻ്റെ. മറ്റൊരു പ്രത്യേകത, USB പോർട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്ന പോർട്ടിലൂടെ ഒരു കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഏത് ഉപകരണവും കമ്പ്യൂട്ടർ ഓണായിരിക്കുമ്പോഴും ഓഫായിരിക്കുമ്പോഴും എല്ലാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഓണായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അത് ഡിസ്കണക്ട് ചെയ്യുകയും കണക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അത് ആ പോർട്ടിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നില്ല. മറ്റ് പോർട്ടുകൾ അങ്ങനെയല്ല. പ്രത്യേകിച്ചും സീരിയൽ പോർട്ട്, പാരലൽ പോർട്ട്, ഇനി മറ്റുള്ള പോർട്ടുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാനുള്ള ചില മറ്റ് പോർട്ടുകളൊക്കെ തന്നെ അത് പവറുള്ള സമയത്തിൽ കമ്പ്യൂട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഡിസ്കണക്ട് ചെയ്യുന്നതിനും ആ പോർട്ടിൽ നിന്ന് ഡിവൈസ് ഡിസ്കണക്ട് ചെയ്യുന്നതിനും കാരണം ആ പോർട്ട് തന്നെ പ്രോബ്ലം അല്ലെങ്കിൽ ആ പോർട്ട് കേടുവരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും USB ഡിവൈസില്ല. USB രണ്ട് അഡ്വാൻറ്റേജസാണ് പറഞ്ഞത്. ഒന്ന്, USB പോർട്ടിന് അതിലൂടെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണത്തിന് പവർ സപ്ലൈ ചെയ്യാനുള്ള, കറണ്ട് സപ്ലൈ ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റൊന്ന്, ഒരു USB പോർട്ടിലേക്ക്
കമ്പ്യൂട്ടർ ഓണായിരിക്കുമ്പോഴും അല്ലെങ്കിൽ പവർ ഓണായിരിക്കുന്ന സമയത്തും കറണ്ടുള്ള സമയത്തും, അതായത് കമ്പ്യൂട്ടർ ഓണായിരിക്കുന്ന സമയത്തും നമുക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ്, പുതിയ ഡിവൈസുകൾ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. അതുപോലെ കണക്ട് ചെയ്ത ഡിവൈസ് ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യാം. USB devices can be connected and disconnected even when the power is on ആണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട പോർട്ടാണ് LAN പോർട്ട്. LAN എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നതിൻ്റെ ചുരുക്കമാണ്. LAN പോർട്ടിനെ ഈഥർനെറ്റ് പോർട്ട്, നെറ്റ്വർക്ക് പോർട്ട് എന്നൊക്കെ അറിയാം. നെറ്റ്വർക്ക് കണക്ഷൻ എന്ന പേരുകളിലെല്ലാം LAN പോർട്ട് അറിയപ്പെടുന്നു. ഈ പോർട്ട്, LAN പോർട്ട് ഒരു കണക്ഷനാണ്. Again it's a port connection. LAN port is a port connection that allows a computer to connect to a network using a wired connection. അതായത് ഒരു കമ്പ്യൂട്ടറിനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുന്നത്, ഒരു കൂട്ടം കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖല അതുമായി ബന്ധിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് ഒരു കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പിനെയൊക്കെ ബന്ധിപ്പിക്കുന്നതിന്, കേബിൾ വഴി ബന്ധിപ്പിക്കുന്നതിന്, ഒരു വയർഡ് കണക്ഷൻ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന പോർട്ടാണ് LAN പോർട്ട്. LAN പോർട്ട് ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടറിനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലേക്ക് കേബിളിലൂടെ ഒരു വയർഡ് കണക്ഷനിലൂടെ, കേബിൾ ഉപയോഗിച്ചുള്ള കണക്ഷനിലൂടെ ബന്ധിപ്പിക്കാവുന്നതാണ്. ഇനി ഇങ്ങനെ LAN പോർട്ട് വഴി കേബിളുകൾ, നെറ്റ്വർക്ക് കേബിളുകൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് LAN പോർട്ട് വഴിയാണ്. അതുവഴി കമ്പ്യൂട്ടറിന് അംഗമാകാൻ സാധിക്കുന്നു. അഗെയിൻ RJ45 ഇതാണ് LAN പോർട്ടിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഏത് കമ്പ്യൂട്ടറിൻ്റെയും ലാപ്ടോപ്പുകളുടെയും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളുടെയും ഒക്കെ പുറകുവശത്തായിട്ട്, അതിൻ്റെ CPU ക്യാബിൻ്റെ പുറകുവശത്തായിട്ട് കാണപ്പെടുന്ന ഒരു പോർട്ടാണ്. ഇതിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു പ്രത്യേകതരം കണക്ടർ ഉപയോഗിച്ചാണ് കേബിളിന് ഈ നമ്മുടെ LAN കേബിൾ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേബിൾ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് കേബിളാണ് ഈ കാണുന്നത്. ഈ കേബിളിൻ്റെ അറ്റത്തൊരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിനെ RJ45 എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡ് ടൈപ്പ് കണക്ടറാണിത്. രജിസ്റ്റേർഡ് ജാക്ക് എന്നാണ് RJ എന്നുള്ളതിൻ്റെ മുഴുവൻ രൂപം. സോ RJ45 കണക്ടർ ഉപയോഗിച്ച് നമുക്കൊരു നെറ്റ്വർക്ക് കേബിളിനെ, കണക്ഷൻ കേബിളിനെ ഒരു LAN പോർട്ടിലേക്ക് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടറിൻ്റെ ക്യാബിൻ്റെ പുറകിലുള്ള LAN പോർട്ടിലേക്ക് കണക്ട് ചെയ്യാം. ഈ പോർട്ടിൻ്റെ RJ45 പോർട്ടിൻ്റെ ഇതൊരു ക്ലിപ്പ് പോലെയാണ്. ഈ ക്ലിപ്പ് ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കണക്ട് ചെയ്യാം. ഇതേപോലെ ഇപ്പോൾ കണക്ട് ചെയ്യ ഒരു കമ്പ്യൂട്ടറിനെ ഒരു നെറ്റ്വർക്കുമായി കേബിൾ ഉപയോഗിച്ച് ബന്ധിപ്പിക്കാനുള്ള പോർട്ടാണ് ഈ LAN പോർട്ട് എന്നത്. LAN പോർട്ടിലേക്ക് കേബിൾ കണക്ട് ചെയ്യണമെങ്കിൽ കേബിളിൻ്റെ അറ്റത്ത് RJ45 എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് ടൈപ്പ് കണക്ടർ, ഇതിനാണ് RJ45 എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തെയാണ് RJ45 എന്ന് പറയുന്നത്. ഇതാണ് കണക്ടർ ഉപയോഗിച്ചാണ്, ഇപ്പോൾ RJ45 എന്ന കണക്ടർ ഉപയോഗിച്ചാണ് നെറ്റ്വർക്ക് കണക്ഷൻ കേബിളുകൾ കമ്പ്യൂട്ടറുമായിട്ട് LAN പോർട്ടിലൂടെ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോർട്ടിലൂടെ ബന്ധിപ്പിക്കുന്നത്. ഈ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൻ്റെ മറ്റൊരു പേര് ആണ് ഈഥർനെറ്റ് എന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോർട്ടാണ് PS/2 പോർട്ട്. പേഴ്സണൽ സിസ്റ്റം എന്നാണ് PS എന്നുള്ളതിൻ്റെ മുഴുവൻ രൂപം. ഇത് IBM എന്ന കമ്പനി തയ്യാറാക്കിയ ഒരു പോർട്ടാണ്. അവർ നിർമ്മിച്ച ഒരു പോർട്ടാണ് PS/2 പോർട്ട്. ഇത് പ്രധാനമായിട്ടും മൗസ്, കീബോർഡ് തുടങ്ങിയ പെരിഫറൽ ഡിവൈസുകളെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പോർട്ടാണ് PS/2. ഇപ്പോൾ മൗസിനെ ബന്ധിപ്പിക്കുന്നതിന് ഈ കാണുന്ന പോലെ പഴയ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പ് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളാണ് പ്രധാനമായിട്ടും. ലാപ്ടോപ്പ് കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഇത് വരുന്നില്ല. ഈ ഒരു പോർട്ട് കാണപ്പെടുന്നത് ഒരു പഴയ പോർട്ടാണ്. ഈ പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനിവിടെ ഈ ഒരു പോർട്ടിംഗ് സിസ്റ്റത്തിൽ, ഈ പോർട്ട് സംവിധാനത്തിൽ 2 തരം പോർട്ടുകളാണ്. ഒന്നൊരു ബ്ലൂ കളറിലുള്ള കീബോർഡ് കണക്ട് ചെയ്യാൻ ഒരു ബ്ലൂ കളറിലൊരു പോർട്ട്, അതുപോലെ ഒരു PS/2 പോർട്ട്. അതുപോലെ മൗസ് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ ഒരു പച്ച കളറിലുള്ള ഒരു പോർട്ടുമുണ്ട്. അപ്പോൾ ഇതിനെ കണക്ടർ പിന്നുകളുടെ ഈ കണക്ടർ കേബിള്, മൗസിൻ്റെയും കീബോർഡിൻ്റെയും നിന്നും വരുന്ന കേബിളുകൾ ഈ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതേ ആകൃതിയിലുള്ള പിന്നുകൾ, പഴയ കീബോർഡ് അല്ലെങ്കിൽ മൗസൊക്കെ എടുത്ത് നോക്കിയാൽ അത് PS/2 കീബോർഡുകളും PS/2 മൗസുകളുമാണ്. അതിൽ നിന്നുള്ള കേബിളിൻ്റെ അറ്റത്തുള്ള കണക്ടർ പിന്ന് ഈ ആകൃതി പോർട്ടിൽ കാണുന്ന അതേ രീതിയിൽ ഒരു 6 പിന്നുകൾ, ഇതും അതിന് നടുക്കായിട്ട് കുറേ ഇതുകൾ വരുന്ന രീതിയിൽ ഒരു പിന്നുകൾ വരുന്ന ഒരു പ്രത്യേക രീതി, ഇതേപോലുള്ള ഒരു സർക്കുലർ ഷേപ്പിലുള്ള പിന്നുകളായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് മൗസ് പച്ച കേബിൾ നിറത്തിലുള്ള പോർട്ട്, 2 PS/2 പോർട്ടുണ്ട്. ഒന്ന് മൗസ് കണക്ട് ചെയ്യുന്നതിന്, കീബോർഡ് കണക്ട് ചെയ്യുന്നതിനും. ഈ ഒരു പോർട്ടിൻ്റെ
ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇതിനൊരു കുഴപ്പം, ഈ ഒരു പോർട്ട് വളരെ സ്ലോ ആയിട്ടുള്ള പോർട്ടാണ്. അപ്പോൾ മൗസ് കീബോർഡ് എന്നിവ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്കിടയ്ക്ക് ഡാറ്റയും CPU-നും മൗസിനും കീബോർഡിനും ഇടയിലൂടെ PS/2 പോർട്ടിലൂടെ പോകുന്ന ഡാറ്റ വളരെ സ്ലോ ആയിട്ടാണ്, വളരെ കുറഞ്ഞ വേഗതയിലാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ USB പോർട്ട് പോലുള്ള പുതിയ പോർട്ടുകൾ വന്നപ്പോൾ പിന്നെ ഈ മൗസും കീബോർഡും ഈ പോർട്ടുകൾ മാറ്റി ഇപ്പോൾ നിലവിൽ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിലൊക്കെ ഈ പോർട്ടിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പോർട്ടാണ് USB പോർട്ട്. നേരത്തെ പറഞ്ഞു യൂണിവേഴ്സൽ സീരിയൽ ബസ്. USB-ക്ക് ഇതിനേക്കാൾ എത്രയോ ഇരട്ടി സ്പീഡിൽ, വേഗതയിൽ ഡാറ്റ കമ്പ്യൂട്ടറിനും ഉപകരണത്തിനുമിടയിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഉപകരണത്തിനുമിടയിൽ കൈമാറ്റം ചെയ്യാൻ സാധിക്കും. ഈ മറ്റൊരു പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുകളിലും ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും ലാപ്ടോപ്പുകളിലൊക്കെ കാണപ്പെടുന്നൊരു, ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നൊരു പോർട്ടാണ് ഓഡിയോ പോർട്ട്. ഓഡിയോ പോർട്ട്സ് ആർ കണക്റ്റഡ് ടു കണക്ട്. ഇത് പ്രധാനമായിട്ടും സ്പീക്കർ, മൈക്ക്, മൈക്രോഫോൺ അല്ലെങ്കിൽ മൈക്ക് തുടങ്ങിയ ഉപകരണങ്ങളെ, സ്പീക്കർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്, മൈക്ക് അല്ലെങ്കിൽ മൈക്രോഫോൺ ഒരു ഇൻപുട്ട് ഡിവൈസാണ്, വോയിസ് ഇൻപുട്ട് ഡിവൈസാണ് മൈക്രോഫോൺ, സ്പീക്കർ ഒരു വോയിസ് ഔട്ട്പുട്ട് ഡിവൈസാണ്, സൗണ്ട് ഔട്ട്പുട്ടും സൗണ്ട് ഇൻപുട്ടും. അപ്പോൾ ഇത്തരം ഡിവൈസുകളെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പോർട്ടാണ് ഓഡിയോ പോർട്ട്. ഓഡിയോ പോർട്ടിൽ പ്രധാനമായിട്ടും 3 കണക്ടറുകളാണ് വരുന്നത്. ഏത് ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ, ഒരു PC, പേഴ്സണൽ കമ്പ്യൂട്ടറിൻ്റെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡിൽ പ്രധാനമായിട്ടും ഇങ്ങനെ 3 നിറത്തിലുള്ള കണക്ടറുകൾ ചേർന്നതാണ് ഓഡിയോ പോർട്ട് എന്ന് പറയുന്നത്. ഒന്ന് ലൈൻ ഇൻ, മറ്റൊന്ന് ലൈൻ ഔട്ട്, മറ്റൊന്ന് MIC ഇൻ, മൈക്ക് ഇൻ. അത് ലൈൻ ഇൻ എന്ന് പറയുന്നത് സൗണ്ട് ഇൻപുട്ട് ഏതെങ്കിലും ഓഡിയോ ഉപകരണങ്ങളിൽ നിന്ന് ഉള്ള മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഐപോഡ് പോലുള്ള ഉപകരണങ്ങളിൽ നിന്നും അവയിൽ നിന്നും വരുന്ന ശബ്ദം കമ്പ്യൂട്ടറിലേക്ക് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ പോർട്ട്. ആ കേബിൾ, അതായത് മൊബൈലിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ ഐപോഡ് തുടങ്ങിയ ഉപകരണങ്ങളിൽ നിന്നുള്ള കേബിൾ, ഡാറ്റ കേബിൾ ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ. മറ്റൊന്ന് ലൈൻ ഔട്ടാണ്. ഇത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് സ്പീക്കറുമായിട്ട് കമ്പ്യൂട്ടറിനെ ബന്ധിപ്പിക്കുന്നതിനാണ്. ലൈൻ ഔട്ട് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് വരുന്ന സൗണ്ട് ഔട്ട്പുട്ട് സ്പീക്കറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി കൈമാറ്റം ചെയ്യുന്നത്. അങ്ങനെ സ്പീക്കറിലൂടെ അത് ശബ്ദം നന്നായിട്ട് കേൾക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ സ്പീക്കറുകളിലേക്ക് കണക്ട് ചെയ്യുന്നതിന് ഈ കണക്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 3 കണക്ടറുകളും ചേർന്നതാണ് ഓഡിയോ പോർട്ട്. ഒന്ന് മറ്റു ഉപകരണങ്ങളിൽ ഇത് ലൈൻ ഇൻ, ഇൻപുട്ട് സൗണ്ട് ഇൻപുട്ടായിട്ട് കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നതിന്. ഇത് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം സ്പീക്കറുകളിലേക്കും മറ്റൊക്കെ സ്പീക്കറുകളിൽ കണക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ടായിട്ട് കൊടുക്കുന്നതിന് വേണ്ടി. മൂന്നാമത് കാണിച്ചിരിക്കുന്ന കണക്ടർ മൈക്കിലൂടെ കൊടുക്കുന്ന, നമ്മൾ പുറപ്പെടുവിക്കുന്ന ശബ്ദം കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. ഹെഡ്ഫോൺ, ഈ മൈക്രോഫോൺ, പ്രധാനമായിട്ടും മൈക്രോഫോൺ, മൊബൈലിൻ്റെയൊക്കെ ഹെഡ്ഫോണൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് നമ്മുടെ ശബ്ദം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതാണ് 3 തരത്തിലുള്ള കണക്ടറുകൾ ഉൾപ്പെടുന്ന ഓഡിയോ പോർട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോർട്ടാണ് വീഡിയോ ഗ്രാഫിക്സ് അറേ പോർട്ട്, VGA. ഇതിൻ്റെ മുഴുവൻ രൂപം വീഡിയോ ഗ്രാഫിക്സ് അറേ എന്നാണ്. VGA ഒരു IBM കമ്പനി നിർമ്മിച്ച, ഡിസൈൻ ചെയ്ത ഒരു ദൃശ്യ സ്റ്റാൻഡേർഡാണ് വീഡിയോ ഗ്രാഫിക്സ് VGA എന്ന് പറയുന്നത്. VGA പോർട്ട് ഉപയോഗിച്ച് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിൽ മോണിറ്റർ, ഡിസ്പ്ലേ അല്ലെങ്കിൽ പ്രൊജക്ടർ തുടങ്ങിയ ഔട്ട്പുട്ട് ഡിവൈസുകൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി, ലാപ്ടോപ്പുമൊക്കെ ആയിട്ട് ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് VGA പോർട്ട്. അപ്പോൾ ഡിസ്പ്ലേ ഡിവൈസുകളായ ഔട്ട്പുട്ട് ഡിവൈസുകളായിട്ടുള്ള മോണിറ്റർ, പ്രൊജക്ടർ, ഡിജിറ്റൽ പ്രൊജക്ടർ തുടങ്ങിയവ കമ്പ്യൂട്ടറുകളിൽ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി, അങ്ങനെ കണക്ട് ചെയ്ത് കമ്പ്യൂട്ടറിൽ കാണുന്ന പ്രസൻറ്റേഷനുകളും സ്ലൈഡുകളും അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഒരു വലിയ സ്ക്രീനിൽ കാണിക്കുന്നതിനും അല്ലെങ്കിൽ മോണിറ്ററിൽ കാണിക്കുന്നതിനും വേണ്ടി ആ മോണിറ്ററും പ്രൊജക്ടറും ഒക്കെ കണക്ട് ചെയ്യുന്ന പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. VGA പോർട്ടിൻ്റെ ഒരു ഷേപ്പ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് പഴയ കമ്പ്യൂട്ടർ, ഇപ്പോൾ നിലവിൽ ഈ പോർട്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും മറ്റുമൊക്കെ ഈ പോർട്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതിന് പകരം HDMI പോർട്ട് പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന രീതിയുണ്ട്. HDMI നമ്മളതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ VGA എന്ന് പറയുന്നത് IBM കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്ത പ്രൊജക്ടർ, മോണിറ്റർ തുടങ്ങിയ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു കണക്ഷനാണ് VGA പോർട്ട്. ഈ VGAയുടെ തന്നെ കുറച്ചുകൂടി സാധാരണ ഒരു ഇവിടെ VGA കേബിൾ, ഒരു VGA കണക്ടർ, VGA പോർട്ടിൽ അതിൻ്റെ ഒരു പോർട്ടിൽ പ്രധാനമായിട്ടും ഒരു 15 പിന്നുകൾ
കണക്ട് ചെയ്യുന്നതിനുള്ള. അപ്പോൾ ഇതേ രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ബ്ലൂ കളറുള്ള ഒരു കണക്ടറാണ് ഈ പോർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡിസ്പ്ലേ അല്ലെങ്കിൽ മോണിറ്ററിൻ്റെയും പ്രൊജക്ടറിൽ നിന്നൊക്കെ വരുന്ന ഡാറ്റ കേബിളിൻ്റെ അറ്റത്ത് കാണുന്ന ഒരു VGA കണക്ടർ ഉണ്ടായിരിക്കും. ആ VGA കണക്ടർ ഇതിന് സൂട്ടാവുന്ന രീതിയിൽ ഇതുപോലെ അതും ഇതേ രീതിയിൽ അറേഞ്ച് ചെയ്ത് ആ കണക്ടറിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതുപോലെ 3 വരികളിലായിട്ട് 15 പിന്നുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ 15 പിന്നുകൾ 3 വരികളിലായിട്ട് ഓരോ വരിയിലും 5 പിന്ന് വീതം, അപ്പോൾ 15 പിന്നുകളാണ് ഈ കണക്ടറിന് വരുന്നത്, VGA കണക്ടറിന് വരുന്നത്. പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് മോണിറ്റർ, പ്രൊജക്ടർ തുടങ്ങിയ ഉപകരണങ്ങൾ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യും. പിന്നെ ഈ VGAയുടെ വേറൊരു കുറച്ചുകൂടി ഉയർന്ന അഡ്വാൻസ്ഡ് സ്റ്റാൻഡേർഡാണ് സൂപ്പർ VGA. അത് കുറച്ചുകൂടി ഉയർന്ന ക്ലാരിറ്റി, വ്യക്തത കൂട്ടുന്നതിന് വേണ്ടി ഉയർന്ന പിക്ചറുകൾ, 800x600 വിഡ്ത്തും ഹൈറ്റുമാണ് ഇവിടെ പറയുന്നത്, റെസൊല്യൂഷൻ. ആൻഡ് പിന്നീട് അതിൻ്റെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപമാണ്, ഒരു സ്റ്റാൻഡേർഡാണ് എക്സ്റ്റെൻഡഡ് ഗ്രാഫിക്സ് XGA. അത് 1024x768 റെസൊല്യൂഷനിലുള്ള വീഡിയോസും പിക്ചറുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പോർട്ടാണ് ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് HDMI. ഇതൊരു ന്യൂ ജനറേഷൻ പോർട്ടാണ്. ഒരു പക്ഷേ USB പോർട്ടാണ് ഒരു മോഡേൺ പോർട്ട് ആയിട്ട് നിങ്ങളിതിൽ പഠിച്ചത്. എന്നാൽ ഇന്ന് പുറത്തിറങ്ങുന്ന ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകളിലും അതിനേക്കാൾ കൂടുതലായിട്ട് ലാപ്ടോപ്പ്, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ന്യൂ ജനറേഷൻ പോർട്ടാണ് HDMI. ഇതിൻ്റെ മുഴുവൻ രൂപം പഠിക്കണം, ഫുൾ ഫോം പഠിക്കണം. ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ്. ഇതൊരു ഡിജിറ്റൽ കണക്ഷനാണ്. പ്രധാനമായിട്ടും ഹൈ ഡെഫിനിഷൻ വീഡിയോ, HD വീഡിയോ, അതുപോലെ മൾട്ടി ചാനൽ ഓഡിയോ എന്നിവ ഒരു ഒറ്റ കേബിൾ വഴി കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പോർട്ടാണ് HDMI പോർട്ട്. സോ HDMI ഈസ് എ ഡിജിറ്റൽ കണക്ഷൻ കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് മൾട്ടി ചാനൽ ഓഡിയോ ആൻഡ് ഹൈ ഡെഫിനിഷൻ വീഡിയോ, ഉയർന്ന വ്യക്തതയുള്ള വീഡിയോ ചിത്രങ്ങളും വീഡിയോകളും അതുപോലെ തന്നെ മൾട്ടി ചാനൽ ഓഡിയോകൾ 5.1, 7.1 പോലുള്ള മൾട്ടി ചാനൽ ഓഡിയോ ഔട്ട്പുട്ടും ഒരു സിംഗിൾ കേബിളിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ കേബിളുമായി കണക്ട് ചെയ്യാൻ, കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാനുള്ള പോർട്ടാണ് HDMI. ഇനി മറ്റൊന്ന് മെമ്മറിയാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ മദർ ബോർഡിനെ കുറിച്ചും പ്രോസസ്സറിനെ കുറിച്ചും മദർ ബോർഡിൽ കാണപ്പെടുന്ന സ്ലോട്ടുകളെ കുറിച്ചും വിവിധ തരത്തിലുള്ള പോർട്ടുകളെക്കുറിച്ചും പറഞ്ഞു. ഇനി മെമ്മറിയാണ്. മെമ്മറി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇറ്റ്സ് എ പ്ലേസ് വെർ വി ക്യാൻ സ്റ്റോർ ഡാറ്റ ഇൻസ്ട്രക്ഷൻ. ഡാറ്റയും നിർദ്ദേശങ്ങളും ഫലങ്ങളും, കമ്പ്യൂട്ടറിന് വേണ്ട ഒരു ജോലി ചെയ്യാൻ ആവശ്യമായ ഡാറ്റ, അതിന് വേണ്ട നിർദ്ദേശങ്ങൾ, ആ ജോലിയുടെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഔട്ട്പുട്ട് എന്നിവ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ് മെമ്മറി. മെമ്മറി 2 തരത്തിലുണ്ട്, പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും. ഇതിൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് ഡാറ്റയും റിസൾട്ടുകളും താൽക്കാലികമായി സൂക്ഷിക്കുന്നൊരു മെമ്മറിയാണ്. അത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നതോടുകൂടി പ്രൈമറി മെമ്മറിയുടെ കണ്ടൻറ്റ് ഇല്ലാതാവും, പ്രൈമറി മെമ്മറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇല്ലാതാവും. എന്നാൽ സെക്കൻഡറി മെമ്മറി എന്നത് ഒരു പെർമനൻറ്റ് മെമ്മറിയാണ്. അതാണ് പ്രൈമറി മെമ്മറിയും സെക്കൻഡറി മെമ്മറിയും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും ഡാറ്റയും നിർദ്ദേശങ്ങളും ഫലങ്ങളും റിസൾട്ടുകളും സൂക്ഷിക്കുന്നതിന് വേണ്ടി കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് മെമ്മറി എന്ന് പറയുന്നത്, ഉപകരണമാണ് മെമ്മറി. അപ്പോൾ ഈ മെമ്മറി 2 തരത്തിലുണ്ട്. പ്രൈമറി മെമ്മറി ഉപയോഗിച്ച് ഡാറ്റയും റിസൾട്ടുകളും താൽക്കാലികമായിട്ട് സൂക്ഷിക്കാം. എന്നാൽ സെക്കൻഡറി മെമ്മറിയിൽ ഡാറ്റയും ഇൻഫർമേഷനും സ്ഥിരമായിട്ട്, അതായത് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡറി മെമ്മറിയിലെ ഡാറ്റ അവിടെ തന്നെ ഉണ്ടാവും. എന്നാൽ പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ അതിനകത്തുള്ള ഡാറ്റ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അതിനകത്ത് ഡാറ്റ ഉണ്ടായിരിക്കുകയുള്ളൂ. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നതോടുകൂടി ഈ പ്രൈമറി മെമ്മറിയിലുള്ള വിവരങ്ങളെല്ലാം മാഞ്ഞു പോകുന്നു, അതില്ലാതായി പോകുന്നു. ഇതിന് നേരെ വിപരീതമാണ് സെക്കൻഡറി മെമ്മറി. അപ്പോൾ പ്രൈമറി മെമ്മറി താൽക്കാലികമായിട്ടുള്ളൊരു മെമ്മറിയാണ്, എന്നാൽ സെക്കൻഡറി മെമ്മറി സ്ഥിരമായിട്ടുള്ളൊരു മെമ്മറിയാണ്. ഇനി മെമ്മറിയെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുന്നതിന് മുൻപ് ഇവിടെ കമ്പ്യൂട്ടറിൽ മെമ്മറി അളക്കുന്നതിന് വേണ്ടിയുള്ള, കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള മെമ്മറി ഉപകരണങ്ങളുണ്ട്. ഇവയുടെയൊക്കെ മെമ്മറി കപ്പാസിറ്റി, സംഭരണ ശേഷി അളക്കുന്നതിന് വേണ്ടിയുള്ള ചില യൂണിറ്റുകൾ, നമ്മൾ നീളം അളക്കുന്നതിന് വേണ്ടി സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ തുടങ്ങിയ പല യൂണിറ്റുകളുള്ളതുപോലെ, അളവുകളുള്ളതുപോലെ ഇവിടെ
കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അളക്കുന്നതിനുള്ള ചില അളവുകോലുകൾ അല്ലെങ്കിൽ അളവുകൾ നിങ്ങൾ പരിചയപ്പെടേണ്ടതുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന്, ഒരു കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ബൈനറി ഡിജിറ്റാണ്. ഒരു ബിറ്റ് എന്നാണ്. ഒരു ബിറ്റ് എന്ന് പറയുന്നത് ആണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് എന്ന് പറയും, ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഘടകം. അപ്പോൾ കമ്പ്യൂട്ടറിൽ ഒരു ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്തർ 0 or 1. ഒരു ബൈനറി അക്കത്തെയാണ്, ബൈനറി ഡിജിറ്റുകൾ നിങ്ങൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു. 0 and 1 2 ബൈനറി ഡിജിറ്റുകൾ, അവയെ ബിറ്റുകൾ എന്നറിയപ്പെടുന്നു. 0 and 1. ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ എയ്തർ 0 or 1. 0 അല്ലെങ്കിൽ 1 എന്ന ബൈനറി ഡിജിറ്റിനെ ഏതെങ്കിലും ഒന്നിനെ സൂചിപ്പിക്കുന്ന ഇതാണ് ഒരു ബിറ്റ് എന്നത്. ഇനി ഒരു നിബിൾ 4 ബിറ്റുകൾ ചേർന്നതാണ്. 4 0 അല്ലെങ്കിൽ 4 1 ചേരുമ്പോൾ ഒരു നിബിൾ എന്ന് പറയുന്നത്. ഈ വാക്കുകളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1, അങ്ങനെ 4 ബിറ്റുകൾ ചേർന്നതാണ് ഒരു നിബിൾ. 4 0 1 അല്ലെങ്കിൽ 2 കൂടെ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ 4 1 മാത്രം അല്ലെങ്കിൽ 4 0 മാത്രമാണ് ഒരു നിബിൾ. ദെൻ 8 ബിറ്റുകൾ എന്ന് പറഞ്ഞാൽ 2 നിബിൾ. 4 ബിറ്റ് ഒരു നിബിൾ ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി 8 ബിറ്റ്, അത് 8 0 1 എന്നിവയുടെ 8 എണ്ണത്തിൻ്റെ ഒരു കോമ്പിനേഷൻ, അതിനെയാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. സോ 1 ബൈറ്റ് ഈസ് ഈക്വൽ ടു 8 ബിറ്റ്സ്. 1 ബിറ്റ് ഈസ് ഈക്വൽ ടു 1 or 0. ഇനി 1 കിലോ ബൈറ്റ് 1024 ബൈറ്റ്സ്. 1024 ബൈറ്റുകൾ ചേർന്നതാണ് ഒരു കിലോ ബൈറ്റ്. ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ ഒരു ബിറ്റ് എന്ന് പറഞ്ഞാൽ 0 അല്ലെങ്കിൽ 1. 8 ബിറ്റുകൾ ചേരുമ്പോൾ ഒരു ബൈറ്റായി. 1024 ബൈറ്റുകൾ ചേർന്നാൽ ഒരു കിലോ ബൈറ്റായി. 1024 കിലോ ബൈറ്റുകൾ ചേരുമ്പോൾ ഒരു മെഗാബൈറ്റായി. ഒരു MB 1 MB. 1024 മെഗാബൈറ്റുകൾ ചേരുമ്പോൾ ഒരു GB, ഒരു ജിഗാബൈറ്റായി. 1024 ജിഗാബൈറ്റുകൾ ചേർന്ന് ആണ് ഒരു ടെറാബൈറ്റ് ഉണ്ടാകുന്നത്. അതുപോലെ 1024 ടെറാബൈറ്റുകൾ ചേർന്നാണ് ഒരു പെറ്റാബൈറ്റ് ഉണ്ടാകുന്നത്, 1 TB. ഇതിൻ്റെ അടുത്ത ഒരു യൂണിറ്റ് കൂടി പറയാം. 1024 പെറ്റാബൈറ്റുകൾ ചേരുമ്പോൾ ഒരു സെറ്റാബൈറ്റ്, അതായത് ZB ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി അളക്കുന്നതിനുള്ള വിവിധ യൂണിറ്റുകൾ. ഇനി നമുക്ക് മെമ്മറി 2 തരംതിരിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടറിൻ്റെ മെമ്മറി പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ് എന്നും സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ സെക്കൻഡറി സ്റ്റോറേജ് എന്നും പറഞ്ഞു. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു സെമി കണ്ടക്ടർ മെമ്മറിയാണ്, ഒരു അർദ്ധചാലക മെമ്മറിയാണ്. CPU-ന് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന, നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, സ്വീകരിക്കാവുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു അർദ്ധചാലക മെമ്മറിയെയാണ്, സെമി കണ്ടക്ടർ മെമ്മറിയാണ് പ്രൈമറി സ്റ്റോറേജ്, പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വളരെ ഉയർന്ന വേഗത്തിൽ ഡാറ്റകൾ കമ്പ്യൂട്ടറിൽ നിന്ന് സ്വീകരിക്കാനും, പ്രത്യേകിച്ച് പ്രോസസ്സറിൽ നിന്ന്, കമ്പ്യൂട്ടറിൽ നിന്ന് പറയുമ്പോൾ CPU-ൽ നിന്ന് സ്വീകരിക്കാനും CPU-ലേക്ക് കൈമാറാനും സാധിക്കും. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പ്രൈമറി സ്റ്റോറേജ് ഡിവൈസുകൾ, പ്രൈമറി സംഭരണ ഉപകരണങ്ങളാണുള്ളത്. RAM, ROM, ക്യാഷ് മെമ്മറി. പ്രൈമറി മെമ്മറിയിൽ തന്നെ 3 ടൈപ്പ് മെമ്മറികളുണ്ട്. ഈ 3 മെമ്മറികളെയുമാണ് പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി സ്റ്റോറേജ് അല്ലെങ്കിൽ പ്രൈമറി സംഭരണ ഉപകരണങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിൽ ആദ്യം RAM സ്റ്റാൻഡ്സ് ഫോർ റാൻഡം ആക്സസ് മെമ്മറി. ഒരു റാമിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന, ഒരു ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന RAM കാർഡ്. ഇതൊരു സർക്യൂട്ട്, ചെറിയൊരു അഡീഷണൽ സർക്യൂട്ട് ബോർഡാണ് ഇത്. ഇതൊരു ഇത്തരത്തിലുള്ള ഗ്രാഫിക്സ് കാർഡ്, അതുപോലെ ഓഡിയോ കാർഡൊക്കെ പോലെ ഒരു അഡീഷണൽ സർക്യൂട്ട് ബോർഡ്, പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്, മദർ ബോർഡിന് പുറമേയുള്ളൊരു സർക്യൂട്ട് ബോർഡാണിത്. ഈ RAM എന്ന ഈ ഒരു അഡീഷണൽ സർക്യൂട്ട് ബോർഡ് കമ്പ്യൂട്ടറിൻ്റെ മദർ ബോർഡുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് മദർ ബോർഡിൽ ധാരാളം സ്ലോട്ടുകളുണ്ട്. ധാരാളം സ്ലോട്ടുകളല്ല, 1-2 സ്ലോട്ടുകൾ നമുക്ക് കാണാവുന്നതാണ്. മദർ ബോർഡിൽ സ്ലോട്ടുകൾ, RAM സ്ലോട്ടുകൾ മുഖേനയാണ് RAM കാർഡുകൾ മദർ ബോർഡിൽ ഫിക്സ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. RAM ഒരു പ്രൈമറി മെമ്മറിയാണ്. ഇതിലൂടെ ഇതിനെ മെയിൻ മെമ്മറി എന്നും അറിയപ്പെടുന്നു. കമ്പ്യൂട്ടറിൻ്റെ CPU, അതായത് മൈക്രോ പ്രോസസ്സറിന് നേരിട്ട് വായിക്കാനും എഴുതാനും കഴിയുന്ന മെമ്മറിയാണ്, നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് RAM. ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ് ആൻഡ് റിട്രീവ്ഡ് അറ്റ് റാൻഡം ഫ്രം എനിവെയർ വിത്തിൻ റാമിൻ്റെ മറ്റൊരു RAM. CPU-ന് നേരിട്ട്, പ്രോസസ്സറിന് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, നേരിട്ട് എഴുതാനും വായിക്കാനും പറ്റുന്നൊരു മെമ്മറിയാണ് RAM എന്നത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്
റാമിന് ഡാറ്റ എടുക്കാനും സ്റ്റോർ ചെയ്യാനും ഒരേ സമയമാണ്. റാമിൽ എവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റയും ഒരു റാൻഡം ആക്സസ് മെമ്മറിയിൽ ഏത് ലൊക്കേഷനിൽ ഏത് ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകളും നിർദ്ദേശങ്ങളും ഒരേ റാൻഡമായിട്ട് പ്രത്യേകമായിട്ട് ഒരു ഓർഡറൊന്നുമില്ലാതെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് നമുക്ക് നല്ല സി പി യുവിന് ഉപയോഗിക്കാം. അതുകൊണ്ടാണ് അതിന് ആ പേര് വന്നത് റാൻഡം ആക്സസ് മെമ്മറി. അപ്പോൾ സ്ഥാനം നോക്കാതെ ഇതിലുള്ള ഏത് ലൊക്കേഷനിലുള്ള റാമിൽ ഏത് ലൊക്കേഷനിലുള്ള ഡാറ്റകൾ സി പി യുവിന് ഒരേ സമയം കൊണ്ട് എഴുതാനും വായിക്കാനും ഒരുപോലെ എഴുതാനും വായിക്കാനും കഴിയും. അത്തരത്തിലുള്ള നോക്കിയാണ് റാൻഡം ആക്സസ് മെമ്മറി. സി പി യു പ്രവർത്തിപ്പിക്കേണ്ട ഡാറ്റയും പ്രവർത്തിപ്പിക്കേണ്ട നിർദ്ദേശങ്ങളും ഡാറ്റകളുമെല്ലാം റാമിലാണ് സൂക്ഷിക്കുന്നത്. ദ കണ്ടൻസ് ഓഫ് റാം ആർ ലോസ്റ്റ് ആൻഡ് പവർ ഈസ് യൂസ്ഡ്. റാമിലെ കണ്ടൻറ്റുകൾ നേരത്തെ പറഞ്ഞു പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറിയിലെ ഡാറ്റ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നതോടുകൂടി പവർ ഓഫ് ആകുന്നതോടുകൂടിയിട്ട് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നതോടുകൂടി അതിൽ നഷ്ടപ്പെടുന്നു. ദർഫോർ റാം ഈസ് എ വോളറ്റൈൽ മെമ്മറി. വാക്ക് പ്രത്യേകം നോക്കണം. റാമിൻ്റെ പ്രത്യേകത റാം ഒരു പ്രൈമറി മെമ്മറിയാണ്. അതായത് ഇതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകളും നിർദ്ദേശങ്ങളും സി പി യു മൈക്രോ പ്രോസസ്സറിന് വളരെ എളുപ്പത്തിൽ നേരിട്ട് വായിക്കാനും എഴുതാനും അതിലേക്ക് എഴുതാനും സാധിക്കും. വളരെ ഉയർന്ന വേഗത്തിൽ ഇതിൽ ഡാറ്റകൾ സ്റ്റോർ ചെയ്യാനും ഡാറ്റകൾ ട്രാൻസ്ഫർ ചെയ്യാനും കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ഒരു മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് ഇതിൻ്റെ ആ റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയാനുള്ള കാരണം ഇതിൽ സൂക്ഷിച്ചിരിക്കുന്ന ഏത് ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഈ മെമ്മറിയുടെ ഏത് ഭാഗത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റയും ഒരേ സമയം കൊണ്ട് എഴുതാനും വായിക്കാനും സാധിക്കും. അതായത് ഇതിലെ ഈ മെമ്മറിയിലെ ഏറ്റവും അവസാന ലൊക്കേഷനിൽ നിന്നോ ആദ്യ ലൊക്കേഷനിൽ നിന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ എല്ലാ ലൊക്കേഷനുകളും ഒരേപോലെ ആക്സസ് ചെയ്യാൻ ഒരേ സമയം കൊണ്ട് ആക്സസ് ചെയ്യാൻ സി പി യുവിന് സാധിക്കും. അതുകൊണ്ടാണ് ഇതിന് റാൻഡം ആക്സസ് മെമ്മറി. ദ ഡാറ്റ സ്റ്റോർഡ് ഇൻ ദ റാം ക്യാൻ ബി the contents of RAM or data CPU can be read or written at random from anywhere within the RAM. Data instruction to സി പി യുവിന് അതായത് കമ്പ്യൂട്ടറിൻ്റെ മൈക്രോ പ്രോസസ്സറിന് പ്രവർത്തിപ്പിക്കേണ്ട ഒരു ജോലിയുടെ ഭാഗമായിട്ട് അത് ചെയ്യേണ്ട നിർദ്ദേശങ്ങളും നടപ്പിലാക്കേണ്ട നിർദ്ദേശങ്ങളും ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടുന്ന ഡാറ്റകളും എല്ലാം തന്നെ റാമിലാണ് ഉണ്ടായിരിക്കേണ്ടത്. കാരണം സി പി യുവിന് നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റർ കഴിഞ്ഞാൽ സി പി യുവിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന നേരിട്ട് സ്വീകരിക്കാൻ കഴിയുന്നൊരു മെമ്മറിയാണ് ഉപയോഗിക്കാൻ കഴിയുന്നൊരു മെമ്മറിയാണ് റാം. ഈ റാമിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് റാമിൻ്റെ മറ്റൊരു പ്രത്യേകത ഇറ്റ്സ് വോളറ്റൈൽ മെമ്മറി. അതായത് അതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഡാറ്റകളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നതോടുകൂടി പവർ ഓഫ് ചെയ്യുന്നതോടുകൂടി നഷ്ടപ്പെടും. ഇതിൻ്റെ ആണ് വൊളാറ്റിലിറ്റി എന്ന് വോളറ്റൈൽ എന്ന് പറയും. സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് റാം ഈസ് 2 GB. നേരത്തെ നമ്മൾ മെമ്മറിയുടെ പല വിധത്തിലുള്ള കമ്പ്യൂട്ടറിലെ മെമ്മറിയുടെ പലതരത്തിലുള്ള അളവുകൾ പറഞ്ഞു. അപ്പോൾ ഒരു ഗിഗാബൈറ്റ്, 4 GB, 8 GB, 64 GB അങ്ങനെയൊക്കെ പലതരത്തിലുള്ള റാമുകളാണ് വരുന്നത്. അപ്പോൾ ഇതിൽ 16 GB ഒക്കെയാണ് വരുന്നത്. ഇനി ദ സ്പീഡ് ഓഫ് റാം refers to how fast the data in memory is accessed. എത്ര വേഗത്തിൽ റാമിൽ നിന്ന് ഡാറ്റകൾ സി പി യുവിലേക്ക് കൈമാറാൻ സാധിക്കുമെന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് റാമിൻ്റെ സ്പീഡ് പറയുന്നത്. ഇനി ഒരു റാമിൽ എന്തൊക്കെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗത്തിലിരിക്കുമ്പോൾ റാമിൽ ഉണ്ടായിരിക്കുന്നത് പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ്, ഉബുണ്ടു, ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ സിസ്റ്റം സോഫ്റ്റ്വെയറാണ് ഉണ്ടായിരിക്കുക. മറ്റൊന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ കറൻ്റ്ലി ബീങ് യൂസ്ഡ്, ഇപ്പോൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ പ്രസക്ത ഭാഗങ്ങൾ. അതുപോലെ ഇനി ഡാറ്റ ദാറ്റ് ഈസ് ബീങ് പ്രോസസ്ഡ്, സോഫ്റ്റ്വെയറുകൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രോസസ്സുകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡാറ്റകൾ, അതിൻ്റെ റിസൾട്ടുകൾ, ഇതൊക്കെയാണ് റാമിൻ്റെ കണ്ടന്റ്. പ്രധാനമായിട്ടും ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ, അവയ്ക്ക് വേണ്ടുന്ന ഡാറ്റ, ഇതാണ് റാമിലുണ്ടായിരിക്കുക. റീഡ് ഓൺലി മെമ്മറി മറ്റൊരു പ്രധാനപ്പെട്ട മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി. അത് അടുത്ത ക്ലാസ്സിൽ പറയാം.